ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഒരു അബഹ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബസ്സിലത് ട്രാവൽസ് മുഖാന്തരം. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് പാർട്ടായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ ദമാമെന്ന് ബസ്സിലാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ബസ്സിലിങ്ങനെ യാത്ര കുറേ ടൈം യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഹെൽത്ത്, എന്നാലും അടിപൊളി യാത്രയായിരുന്നു. പിന്നെ നമ്മളിതിൽ പാട്ടൊക്കെ പാടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ഈ പാട്ട് പാടുന്നവർ അഖിൽ എന്ന് പറഞ്ഞതാണ്. അഖിൽ, ഷ്യാം, നിതിൻ, അങ്ങനെ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ട്. നല്ലൊരു ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. ഇതിൽ ഓരോ ആൾക്കാരും ഭയങ്കര വേഗം തന്നെ മിങ്കിളായിട്ടുണ്ടായിരുന്നു. വേറെ തന്നെ ഒരു ഇതായിരുന്നു യാത്ര ഒക്കെ. പിന്നെ ആദ്യം റിയാദിൽ പോയി, റിയാദിൽ നിന്നായിരുന്നു അബഹയിലേക്ക് പിന്നെ ഇതായത്. രാത്രി ഒരു 8 മണിയാകുമ്പോഴേക്ക് റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സലുമോനെ പാടുന്നൊരു പാട്ടാണ്. ബസ്സിൽ പോകുമ്പം പിന്നെ ബസ്സിൻ്റെ നമുക്കൊരു ഹെൽത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നിട്ടല്ല ചെറിയ മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ബസ്സിൽ യാത്ര ചെയ്യാനെങ്കിൽ. ലഹനയിലുകൊണ്ട് എനിക്ക് നല്ലൊരു രാത്രി നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസ്സിലെ യാത്ര അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ പോകുന്ന ഓരോ യാത്രകളും വ്യത്യാസമായിരിക്കും എന്ന് പറഞ്ഞാൽ പോകുന്ന ഓരോ വഴികളും അതും വ്യത്യാസമാണ്. പിന്നെന്ന് പറഞ്ഞാൽ രാത്രി ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ റിയാദിലെത്തി. റിയാദിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചു ഫ്രഷ് ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു 9-10 മണിയാകുമ്പോൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. രാവിലെ ഒരു 10 മണിയാവുമ്പോൾ നമ്മൾ അബഹയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഫുള്ളും മരുഭൂമികളും പാറകളും അങ്ങനെ ആയിരുന്നു യാത്രയിലുടനീളം ഉണ്ടായിട്ടുണ്ടായത്. അവിടെ എത്തി ഫ്രഷായി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ അബഹ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ടായത്. ഫസ്റ്റ് നമ്മൾ പോയത് പിന്നെ സ്ട്രോബെറി ഫാമിലേക്കായിരുന്നു. പക്ഷെ അവിടെ സ്ട്രോബെറി ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ അബഹ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലേസാണ്. സൗദിയിൽ മിനി ഊട്ടി എന്നൊക്കെ പറയും. സൗദിയിലൊന്നും കാണാനില്ലാത്തവർക്ക് പറയുന്നൊരു വീഡിയോയും കൂടിയാണ് ഇത് കേട്ടോ. സൗദിയിൽ കുറേ ഉണ്ട് കാണാൻ. സൗദി എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യമാണ്. നമ്മൾ ഇന്ത്യയൊക്കെ പോലെ ഒരു വലിയ രാജ്യം തന്നെയാണ്. അപ്പോൾ സൗദിയിൽ ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിൽ പോയിട്ട് ഫാമിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ സ്ട്രോബെറി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ചോക്ലേറ്റ് മിക്സിങ് ആക്കിയിട്ട് സ്ട്രോബെറി ഒക്കെ തന്നിട്ട്. പിന്നെ അബഹയിലെന്ന് പറഞ്ഞാൽ അധികം ഇന്നത് വ്യൂ പോയിൻറ്റുകളാണ്. പിന്നെ ഈ വീഡിയോസ് എന്ന് പറഞ്ഞത് സലൂസ് അമ്മൊക്കെ കൂടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഫ്രണ്ടിൻ്റെ മോനാണ്, ഫജൂട്ടെന്ന് പറയാം. നമ്മൾ ഫജു എന്നാണ് വിളിക്കാൻ. മോൻ എന്തൊക്കെയോ മോളോട് ഇങ്ങനെ പറയാണ് റോഡിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ. അബഹയിൽ നമ്മൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗങ്ങൾ പോകുന്നത് കാറിലായിരിക്കും, ബസ്സിലല്ല. കാരണം അവിടെ അധികം ചുരങ്ങളൊക്കെ ആയതുകൊണ്ട് ബസ് പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കാറിലാണ് യാത്ര ഉണ്ടായത്. അതൊക്കെ ട്രാവൽസിൻ്റെ തന്നെ അവർ തന്നെയാണ് ഫുൾ അറേഞ്ച് ചെയ്യുന്നത്. ഓരോ വ്യൂ പോയിൻറ്റും അടിപൊളിയായിരുന്നു. ഇത് കണ്ടില്ല എന്ത് രസമല്ല. കോട ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി വരുന്നതാണ്. കുറച്ചൊരു 3 മണിയൊക്കെ 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫുള്ള് കോടയായിട്ട് വീഡിയോസിന് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും കോടയായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും അല്ല വീഡിയോ എടുത്തത്, മക്കളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. പക്ഷെ അടിപൊളി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞും കോടയൊക്കെ കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹണി ഇതിലേക്കായിരുന്നു, ഹണി കോട്ടേജിൽ. പക്ഷെ അവിടെ പെരുന്നാളും ലീവൊക്കെ ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴെന്താ മഴയും പെയ്തു. നല്ല ക്യൂ നിന്നിട്ടൊക്കെ ആയിരുന്നു കയറേണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ റിട്ടേൺ
ഹെറിറ്റേജ് വില്ലേജിലേക്കായിരുന്നു പോയിട്ടുണ്ടായത്. ഇത് അവിടെ എല്ലാം പോകുന്ന ഓരോ വഴികളാണ്, കുറേ ചുരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചുരം കാണാനും അതിലൂടെ യാത്ര ചെയ്യാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ചുരമില്ല അതുപോലെയായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് വൊമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ ഹണി കോട്ടേജിലെത്തി, ഞാൻ പറഞ്ഞില്ലേ ഹണി കോട്ടേജിലെത്തി. അവിടുന്ന് റിട്ടേൺ നമ്മൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ട് ഹെറിറ്റേജ് വില്ലേജിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയുന്നുണ്ടാകും, കാരണം ഫുള്ള് എന്ന് പറഞ്ഞാൽ മലകളാണ്. രണ്ട് ഭാഗങ്ങളിലും മലകളാണ്, മരങ്ങൾ എന്ന് പറഞ്ഞു മലകളാണ്. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ആ മലകൾ കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഇതാണുള്ളത്. അങ്ങനെ നമ്മളിപ്പം ഹെറിറ്റേജ് വില്ലേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ ഇതാണ്, ഓരോ വ്യൂ പോയിൻറ്റുകളാണ് മെയിൻ. അവിടെ ഉള്ളത് ഫുള്ള് വ്യൂ പോയിൻറ്റുകളാണ് ഫുള്ളായിട്ടുള്ളത്. തന്നെ മഴ പെയ്തിട്ട് കുടമൊന്നുമില്ല, ആരുടെ കയ്യിൽ കുടയില്ല. അപ്പം ബാഗും അതും ഇതൊക്കെ വെച്ചിട്ടാണ് നല്ല മഴയായിരുന്നു, കുറച്ച് നല്ലോണം കൊള്ളാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ വേഗം വണ്ടിയിൽ പോയിട്ടിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളെന്താക്കി, അവിടെ നല്ല ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ ഹെറിറ്റേജ് വില്ലേജ് അവിടെ പോയി നോക്കുമ്പം ഒരു വേറെ തന്നെ ഒരു ലോകം പോലായിരുന്നു. കാരണം സൗദി ഫുള്ള് മലകളും മരുഭൂമികളൊക്കെ കണ്ടിട്ട്, ഇവിടെ മലകളുണ്ട് പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണുമ്പോൾ നമ്മളൊരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയതൊക്കെ പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ ഫോട്ടോസൊക്കെ മനസ്സിലാവില്ലേ, വേറെ തന്നെ ഒരു പ്ലേസാണ്. പിന്നെ അവിടെ പഴയ സൗദിൻ്റെ പഴയ കാലങ്ങൾ ഓരോ ഇതും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് തട്ടായിട്ട്, അപ്പം ഞാനൊരു 2 തട്ട് വരെ കയറിയിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു. മക്കൾ ഫുള്ള് കറങ്ങിയിട്ടൊക്കെ വന്നു. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനും വേണ്ടിയിട്ട് നല്ലൊരു ഇതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒരു വേറെ തന്നെ ഒരു യൂറോപ്യൻ കൺട്രീസും കാര്യങ്ങളൊക്കെ പോലെ നല്ല രസം. അബഹയിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം കൂടുതൽ എടുക്കുക ഫോട്ടോസാണ്. പിന്നെ അവിടുത്തെ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതൊക്കെ. പക്ഷെ നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. ഇവിടെയും ഒരു മണിക്കൂറോളം നമ്മളിവിടെയും സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഒരു 6:30-7 മണി ആയപ്പോഴാണ് നമ്മളിവിടെ നിന്ന് റിട്ടേൺ പിന്നെയും നമ്മൾ ഇവിടത്തേക്ക് പോയി, ഹണി കോട്ടേജിലേക്ക് റിട്ടേൺ പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് 2-3 പാർട്ടാക്കിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.